മുതല, പല്ലി, പക്ഷികൾ, സസ്തനികൾ തുടങ്ങിയ കശേരുകിളുകളുടെ നട്ടെല്ലിൽ കഴുത്ത്, നെഞ്ചിന്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, ത്രികം എന്നീ 5 ഭാഗങ്ങളിലായാണ് കശേരുക്കൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഉയർന്നതരം കശേരുകിളുകളും ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡുകളായാണ് ഉള്ളതെങ്കിലും ഭ്രൂണം വളർന്നതിന് അനുസരിച്ച് അത് നട്ടെല്ലായി വികസിക്കുന്നു. പ്രായപൂർത്തിയായ പുരുഷന്റെ നട്ടെല്ലിന് ശരാശരി 71 സെന്റിമീറ്റർ നീളവും സ്ത്രീയുടേതിന് ശരാശരി 61 സെന്റിമീറ്റർ നീളവും ഉണ്ടായിരിക്കും. നട്ടെല്ലിന്റെ ഓരോ ഭാഗത്തുമുള്ള കശേരുകിളുകളുടെയും എണ്ണവും അവയുടെ ആകെ എണ്ണവും ഓരോ ജീവി വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും. ഏറ്റവും കൂടുതൽ കശേരുക്കൾ പാമ്പുകളിലാണുള്ളതെങ്കിലും അവയെല്ലാം ഒരേ തരത്തിലുള്ളവയാണ്. ആമകളിൽ ചില കശേരുക്കൾ പുറന്തോടുമായി ചേർന്നിരിക്കുന്നു. പക്ഷികളിൽ ഗ്രൈവ കശേരുക്കളൊഴികെയുള്ള ഒരു ദൃഢമായ ചട്ടക്കൂടിൽ ചേർന്നിരിക്കുന്ന അസ്ഥിയിലാണ്. ഇത് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നു. മിക്കവാറും സസ്തനികളിൽ 7 ഗ്രൈവ കശേരുക്കളാണുള്ളത്. ഇവയുടെ വലുപ്പമാണ് കഴുത്തിന്റെ നീളത്തെ നിർണ്ണയിക്കുന്നത്.